കഴിഞ്ഞ പ്രാവശ്യം കോവളമായിരുന്നു. ഇത്തവണ അത് മാറ്റി പാറശാല കിട്ടിയാൽ കൊള്ളാമെന്ന് സംസാരിക്കുന്നുണ്ട്. സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അഡ്വക്കേറ്റ് ശ്യാംലി ജോണ്ടാരെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ അന്തരീക്ഷം വെച്ച് ജയസാധ്യതയുണ്ട്. BJP അധികാരത്തിൽ വന്നില്ലെങ്കിൽ ജില്ലയിൽ 7 സീറ്റ് പിടിക്കും. 7 സീറ്റ് അധികാരത്തിൽ വരെ വന്ന് 7 മാത്രമേ പിടിക്കത്തുള്ളൂ. 7 മാത്രമേ പിടിക്കത്തുള്ളൂ. തിരുവനന്തപുരത്ത് പിടിക്കും. തിരുവനന്തപുരത്ത് ജില്ലയിൽ നിയമം ഒരു നമ്മുടെ ഒരു ഇതാണ്. നമുക്ക് നല്ല 20,000 മുകളിൽ ഭൂരിപക്ഷത്തിൽ പിടിക്കും. അതേപോലെ തന്നെ വട്ടിയൂർക്കാവ് പിടിക്കും, കാട്ടാക്കട പിടിക്കും, കഴക്കൂട്ടം, ഇങ്ങനെ പല ഭാഗങ്ങളിലും പണ്ടതുപോലെ അല്ലല്ലോ, നല്ല വ്യത്യാസമുണ്ട്. പിടിക്കും. നാടാർ സമുദായത്തിന് എല്ലാവരും ഒരു 3-4 സീറ്റ് നിർത്തും. കോൺഗ്രസ് നിർത്തും, കമ്മ്യൂണിസ്റ്റ് നിർത്തും. ജില്ലയിൽ ഭൂരിപക്ഷം 50% നാടാർ സമുദായമാണ്. അത് ഇത്തവണ BJP ഉൾക്കൊള്ളുമെന്നാണ് വിശ്വസിക്കുന്നത്. അത് ഉൾക്കൊണ്ടാലേ അവർക്കും ഈ ജില്ലയിൽ പൂർണ്ണ വിജയം കിട്ടും. ഈ പാറശാലയ്ക്കപ്പുറം എല്ലാം BJP നാടാരെ പരിഗണിച്ച് കേന്ദ്രമന്ത്രിയും ഗവർണറും MLA-മാരെയൊക്കെ ഒരുപാട് സൃഷ്ടിച്ചിട്ടുണ്ട്. ആ പരീക്ഷണം തിരുവനന്തപുരം ജില്ലയിൽ നടത്തിയാൽ പൂർണ്ണ വിജയത്തിലാവും.